أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ ഖന്തക് യുദ്ധം അഥവാ അഹ്സാബ് യുദ്ധത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇത് ഹിജ്റ 5-ാം വർഷം, അതായത് ക്രിസ്തു വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നടന്നത്. വിശുദ്ധ ഖുർആനിൽ അഹ്സാബ് യുദ്ധത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: وكان الله بما تعملون بصيرا إذ جاءوكم من فوقكم ومن أسفل منكم وإذ زاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنونا هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا وإذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله إلا غرورا وإذ قالت طائفة منهم يا أهل يثرب لا مقام لكم فارجعوا ويستأذن فريق منهم النبي يقولون إن بيوتنا عورة وما هي بعورة إن يريدون إلا فرارا ولو دخلت عليهم من أقطارها ثم سئلوا الفتنة لأتوها وما تلبسوا بها إلا يسيرا ولقد كانوا عهدوا الله من قبل لا يولون الأدبار وكان عهد الله مسؤولا قل لن ينفعكم الفرار إن فررتم من الموت أو القتل وإذا لا تمتعون إلا قليلا قل من ذا الذي يعصمكم من الله إن أراد بكم سوءا وأراد بكم رحمة ولا يجدون لهم من دون الله وليا ولا نصيرا قد يعلم الله الموفقين منكم والقائلين لإخوانهم هلم إلينا ولا يأتون البأس إلا قليلا أشهة عليكم وإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم
الذي يخشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنة حداد أشهة للخير أولئك لم يؤمنوا فأهبط الله أعمالهم وكان ذلك على الله يسيرا يحسبون الأحزاب لم يذهبوا وإن يأتي الأحزاب يودوا لو أنهم بادون في الأعراب يسألون عن أنبائكم ولو كانوا فيكم ما قاتلوا إلا قليلا لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما من المؤمنين رجال صدقوا ما عاهدوا الله عليه ومنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء ويتوب عليهم إن الله كان غفورا رحيما ورد الله الذين كفروا بغيظهم لم ينالوا خيرا وكفى الله المؤمنين القتال وكان الله قويا عزيزا. വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് മേൽ അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ നേരെ ചില സൈന്യങ്ങൾ വന്നപ്പോൾ അവർക്കെതിരെ നാം ഒരു കാറ്റിനെയും നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെയും അയച്ചു. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ലവണ്ണം നോക്കിക്കാണുന്നവനാകുന്നു. അവർ നിങ്ങളുടെ മേൽഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും നിങ്ങളുടെ നേരെ വരികയും ദൃഷ്ടികൾ പതറുകയും ഹൃദയങ്ങൾ തെറിച്ച് കണ്ടതാളങ്ങളിൽ വരെ എത്തുകയും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പലതും വിചാരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അവിടെ വിശ്വാസികൾ പരീക്ഷണത്തിലകപ്പെടുകയും ശക്തമായി പരീക്ഷണത്താൽ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. അള്ളാഹുവും അവന്റെ ദൂതനും നമ്മോട് ചെയ്ത വാഗ്ദാനം വഞ്ചനയല്ലാതെ ഒന്നുമല്ല എന്ന് കപടവിശ്വാസികളും തങ്ങളുടെ ഹൃദയങ്ങളിൽ രോഗമുള്ളവരും പറഞ്ഞു. അവരിൽ ഒരു വിഭാഗം പറഞ്ഞു, യസ്രിബുകാരെ, നിങ്ങൾക്ക് തങ്ങി നിൽക്കേണ്ട സന്ദർഭമല്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുക. അവരിൽ മറ്റൊരു വിഭാഗം തങ്ങളുടെ ഭവനങ്ങൾ അരക്ഷിതാവസ്ഥയിലാണെന്ന് പറഞ്ഞ് നബിയോട് അനുവാദം ചോദിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ അവർ അരക്ഷിതാവസ്ഥയിലായിരുന്നില്ല. അവർ ഓടിപ്പോകാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവർ അതിൻ്റെ അഥവാ പട്ടണത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കയറുകയും പിന്നെ അവരോട് കുഴപ്പമുണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു. അവരതിൽ കാലവിളംബം വരുത്തുമായിരുന്നില്ല, നിസ്സാരമായിട്ടല്ലാതെ. വാസ്തവത്തിൽ ഇതിനു മുമ്പേ അവർ തീർച്ചയായും തങ്ങൾ പിന്തിരികയില്ലെന്ന് അള്ളാഹുവിനോട് കരാർ ചെയ്തിരുന്നു. അള്ളാഹുവിനോട് ചെയ്ത കരാർ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പറയുക, മരണത്തിൽ നിന്നോ വധത്തിൽ നിന്നോ നിങ്ങൾ ഓടിപ്പോവുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രയോജനവും നൽകുന്നതല്ല. അത്തരം അവസ്ഥയിൽ നിങ്ങൾ അല്പമല്ലാതെ പ്രയോജനം നൽകപ്പെടുന്നതുമല്ല. നീ ചോദിക്കുക, അള്ളാഹു നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും തരാൻ ഉദ്ദേശിക്കുകയോ അതല്ല അവൻ നിങ്ങൾക്ക് കാരണം നൽകാൻ തീരുമാനിക്കുകയോ ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? അവർ അള്ളാഹുവിന് പുറമെ ഒരു രക്ഷാധികാരിയെയോ ഒരു സഹായകനെയോ കണ്ടെത്തുകയില്ല. നിങ്ങളിൽ നിന്നുള്ളവരെ യുദ്ധത്തിൽ നിന്ന് തടയുകയും തങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങളുടെ അടുക്കലേക്ക് വരികയെന്ന് പറയുന്നവരെയും അള്ളാഹുവിന് നന്നായി അറിയാം. വളരെ കുറഞ്ഞ പേർ മാത്രമല്ലാതെ
യുദ്ധത്തിന് വരുന്നില്ല. നിങ്ങൾക്കെതിരിൽ ലുബ്ധ കാണിക്കുന്നു. അങ്ങനെ ഭയം ഉള്ള അവസ്ഥ വന്നാൽ അവർ നിന്നെ നോക്കുന്നതായി നീ കാണുന്നതാണ്. അതായത് മരണാസന്നനായ ഒരുവനെ പോലെ അവരുടെ കണ്ണുകൾ ഭയം നിമിത്തം കറങ്ങുന്നുണ്ടായിരിക്കും. പിന്നെ ഭയം ഇല്ലാതാകുമ്പോൾ നന്മയുടെ കാര്യത്തിൽ പിശുക്ക് കാണിച്ചുകൊണ്ട് മൂർച്ചയുള്ള നാവുകളുമായി അവർ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ്. അക്കൂട്ടർ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ അള്ളാഹു അവരുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കിയിരിക്കുന്നു. ഇക്കാര്യം അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. അവർ വിചാരിക്കുന്നത് സൈന്യങ്ങൾ പോയിട്ടില്ലെന്നാണ്. സൈന്യങ്ങൾ തിരിച്ചു വരുന്നതായാൽ അവർ നിരാശരായി ആഗ്രഹിക്കുക തങ്ങൾ ബദവികൾക്കിടയിൽ മരുഭൂമിയിൽ പോയി താമസിച്ചുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് അറിയുന്നവരായെങ്കിൽ എന്നായിരിക്കും. അവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായാൽ പോലും അല്പം മാത്രമേ അവർ യുദ്ധം ചെയ്യുമായിരുന്നുള്ളൂ. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഒരു ഉത്തമ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷിക്കുകയും അള്ളാഹുവിനെ അധികമായി സ്മരിക്കുകയും ചെയ്യുന്നവർക്ക്. സത്യവിശ്വാസികൾ സൈന്യങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് തന്നെയാണ് അള്ളാഹുവും അവന്റെ ദൂതനും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത്. അള്ളാഹുവും അവന്റെ ദൂതനും സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവർക്ക് വിശ്വാസവും അനുസരണബോധവും വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വിശ്വാസികളിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹുവുമായി ചെയ്ത കരാറിൽ സത്യസന്ധത കാണിച്ചവരാണ്. ചുരുക്കത്തിൽ അവരിൽ തങ്ങളുടെ പ്രതിജ്ഞ പൂർത്തിയാക്കിയവരുമുണ്ട്. അവരിൽ അവസരം പാർത്തിരിക്കുന്നവരുമുണ്ട്. അവരൊരിക്കലും തങ്ങളുടെ കർമ്മശൈലിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടുമില്ല. ഇത് അള്ളാഹു സത്യസന്ധന്മാർക്ക് അവരുടെ സത്യതയ്ക്കുള്ള പ്രതിഫലം നൽകുന്നതിനും കപടവിശ്വാസികളെ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് അവരിലേക്ക് ചായുന്നതിനു വേണ്ടിയാണ്. തീർച്ചയായും അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനും കൂടെ കൂടെ കരുണ ചെയ്യുന്നവനുമാകുന്നു. അള്ളാഹു വിശ്വസിക്കാത്തവരെ ഒരു നന്മയും കരസ്ഥമാക്കാൻ കഴിയാത്തവരായി അവരുടെ കോപത്തോടു കൂടി തന്നെ തിരിച്ചയച്ചു. അള്ളാഹു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ മതിയായവനാകുന്നു. അള്ളാഹു ഏറെ കരുത്തുള്ളവനും പ്രതാപവാനുമാകുന്നു. ഇതാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളുടെ തർജ്ജമ. ഈ യുദ്ധത്തിന്റെ പേരിനുള്ള കാരണം എന്താണെന്ന് വിവരിക്കുന്നു. ഈ യുദ്ധം ഖന്തക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. കാരണം അറബികളുടെ പതിവ് സമ്പ്രദായങ്ങൾക്ക് വിപരീതമായി ആദ്യമായി മുസ്ലിങ്ങൾ ഒരു കിടങ്ങ് അഥവാ ഖന്തക്ക് കുഴിച്ച് പ്രതിരോധ യുദ്ധം നടത്തുകയുണ്ടായി. ഇത് അഹ്സാബ് യുദ്ധം എന്നും അറിയപ്പെടുന്നുണ്ട്. ഖുർആൻ ഈ പേരാണ് നൽകിയിട്ടുള്ളത്. അഹ്സാബ് എന്നത് ഹിസ്ബ് എന്നതിന്റെ ബഹുജനമാകുന്നു. അതിന്റെ അർത്ഥം കൂട്ടം അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നാണ്. ഈ യുദ്ധത്തിൽ അറേബ്യയിലെ വിവിധ കൂട്ടങ്ങളും ഗ്രൂപ്പുകളും ചേർന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുകയുണ്ടായി. അതുകൊണ്ട് അത് അഹ്സാബ് യുദ്ധം എന്നറിയപ്പെടുമാറായി. ഇതിന്റെ കാരണമായി പറയുന്നു, ഹിജ്റ 4-ാം വർഷം റബിയുൽ അവൽ മാസത്തിൽ യഹൂദ ഗോത്രമായ ബനു നദീർ തങ്ങളുടെ വാഗ്ദാന ലംഘനവും കലാപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള ഗൂഢപദ്ധതിയും കാരണം മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഈ വാഗ്ദാന ലംഘകരും കലാപകാരികളുമായ ഗോത്രത്തിന് നൽകിയ ശിക്ഷ അതിലും വലുതാകേണ്ടതായിരുന്നു. പക്ഷേ അവരുടെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയും സഹിഷ്ണുതയും കരുണയും കാണിച്ചുകൊണ്ട് അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക മാത്രമാണ് ചെയ്തത്. ഈ ഗോത്രം തങ്ങളുടെ എല്ലാ സാധന സാമഗ്രികളുമായി മദീനയിൽ നിന്ന് കുറച്ചു ദൂരെ ഖൈബർ എന്ന സ്ഥലത്ത് താമസമാക്കി. പക്ഷേ 4 മാസമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നന്ദി കെട്ടതും ഗൂഢാലോചന നടത്തുന്നവരുമായ ഈ യഹൂദികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇസ്ലാമിനും എതിരിൽ വളരെ ഭയാനകമായ ഒരു പദ്ധതി തയ്യാറാക്കി. അതനുസരിച്ച് മുസ്ലിങ്ങളെ മുഴുവനും ഉന്മൂലനം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ബനു നദീറിന്റെ തലവൻ ഹുയീബിന് അഖ്തബ് തന്റെ അഹങ്കാരവും ഇസ്ലാം വിരോധവും ആവേശവും നിമിത്തം യഹൂദികളിലെ അബൂജഹൽ എന്ന് അറിയപ്പെടാൻ അർഹത നേടിയിരുന്നു. പദ്ധതി അനുസരിച്ച് അയാൾ തന്റെ ചില സക്രിയ സുഹൃത്തുക്കളെയും കൂട്ടി മക്കയിലേക്ക് പോയി. അബൂ സുഫിയാനുമായും മറ്റു ഖുറൈശി മൂപ്പന്മാരുമായും കൂടിക്കാഴ്ച നടത്തി. ഖുറൈശികളോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും നാമാവശേഷമാക്കാനുള്ള ഉറച്ച തീരുമാനത്തിലാണ്
നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനും കൂട്ടുകാർക്കുമെതിരിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കാം. ഖുറൈശി മുശ്രിക്കീങ്ങൾക്കും മറ്റെന്താണ് വേണ്ടിയിരുന്നത്? അവർ നേരത്തെ തന്നെ ആക്രമണ പദ്ധതികളുള്ളവരും ബദർ, ഉഹദ് യുദ്ധങ്ങൾ നടത്തിയവരുമായിരുന്നു. പക്ഷേ തങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ പൂവണിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബദറിലെ പ്രതികാരവാഞ്ചിയും ഉഹദിലെ നാണം കെട്ട അവസ്ഥയുടെയും രണങ്ങൾ വീണ്ടും സജീവമായി. അബൂ സുഫിയാൻ യഹൂദ മൂപ്പന്മാരെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശത്രുത കാരണം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് മറ്റെല്ലാവരെക്കാളും പ്രിയപ്പെട്ടവരാണ്. പരസ്പരം സംസാരത്തിന് ശേഷം ഖുറൈശികളിലെ 50 പേരും ഈ യഹൂദികളും കഅബയുടെ കില പിടിച്ചുകൊണ്ട് പരസ്പരം സഹായിക്കുന്നതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ എല്ലാവരുടെയും തീരുമാനം ഏകമായിരിക്കുമെന്നും തങ്ങൾ ഒരുമിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും കൂട്ടുകാരെയും ഉന്മൂലനം ചെയ്യുന്നതാണെന്നും ഉഗ്രശപഥം ചെയ്തു. ഏതായാലും അബൂ സുഫിയാനുമായി മദീനയെ ശക്തമായി ആക്രമിക്കുന്നതിനുള്ള പദ്ധതിയും ദിവസവും തീരുമാനിച്ചതിന് ശേഷം ബനു നദീറിന്റെ സംഘം മുസ്ലിങ്ങളുടെ രക്തദാഹികളായ അറബിയിലെ മറ്റ് ഗോത്രങ്ങളുടെ അടുത്തേക്ക് പോയി. അവരിൽ പലരും യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടവരായിരുന്നു. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ബനു ഗത്ഫാന്റെ അടുക്കലെത്തി. ഇവർ അറേബ്യയിലെ ധീരന്മാരായ ഗോത്രക്കാരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള വെറുപ്പും വിദ്വേഷവും അവരിൽ പ്രകടമായിരുന്നു. യഹൂദികൾ അവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ യുദ്ധം ചെയ്യാൻ ക്ഷണിക്കുകയും അതോടൊപ്പം ഖൈബറിലെ ഒരു വർഷത്തെ ഈന്തപ്പഴങ്ങൾ അവർക്ക് നൽകാമെന്ന അതിമോഹവും നൽകുകയുണ്ടായി. മാത്രമല്ല മക്കയിലെ ഖുറൈശികളും തങ്ങളോടൊപ്പമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അതേ തുടർന്ന് ബനു ഗത്ഫാൻ സഹായ വാഗ്ദാനം ചെയ്യുകയും ജാമ്യം എന്ന നിലയ്ക്ക് തങ്ങളുടെ ഭാഗത്ത് നിന്ന് 6000 സൈനികരെ നൽകുകയും ചെയ്തു. അതിനുശേഷം യഹൂദികളുടെ ഈ സംഘം ബനു സുലൈമിന്റെ അടുത്തെത്തി. ഇവരും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന മറ്റൊരു ഗോത്രമായിരുന്നു. പക്ഷെ അവർ പരാജയപ്പെടുകയായിരുന്നു. ഇത്രയും വലിയൊരു സൈനിക സംഘം ആക്രമിക്കാൻ തയ്യാറാണെന്നറിഞ്ഞപ്പോൾ ഈ ഗോത്രവും സന്തോഷപൂർവ്വം അവരെ സഹായിക്കാമെന്നേറ്റു. അതുപോലെ ബനു ഫസാറ ഗോത്രം തങ്ങളുടെ നേതാവായ ആയിനയുടെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി. ആയിന തന്റെ സുഹൃത്ത് ഗോത്രമായ ബനു അസദിനെയും ക്ഷണിക്കുകയുണ്ടായി. ബനു അസദിന്റെ നേതാവ് തുലൈഹ അസദിയും ക്ഷണം സ്വീകരിച്ചു. ബനു മറ, ബനു അഷ ഗോത്രങ്ങളും ഈ യുദ്ധത്തിലെ അംഗബലത്തിൽ കാര്യമായി വർധനവുണ്ടാക്കി. ഈ എല്ലാ ഗോത്രങ്ങളും തങ്ങളുടെ ധീരതയിൽ അറേബ്യയിൽ മുഴുവനും പുകൾപെറ്റവരായിരുന്നു. ഇതിന്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, മക്കയിലെ ഖുറൈശികളും നജ്ദി ഗോത്രങ്ങളായ ഗത്ഫാനും സുലൈമും നേരത്തെ തന്നെ മുസ്ലിങ്ങളുടെ രക്തദാഹികളായിരുന്നു. ഓരോ ദിവസവും മദീനയ്ക്കെതിരെ ആക്രമണം നടത്താനുള്ള ചിന്തയിലുമായിരുന്നു. പക്ഷെ അവർ ഇതേവരെ തങ്ങളുടെ ശക്തി ഇസ്ലാമിനെതിരെ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിരുന്നില്ല. എന്നാൽ യഹൂദി ഗോത്രം ബനു നസീർ കലാപവും ഫിത്നയും കാരണം മദീനയിൽ നിന്ന് നാടുകടത്തപ്പെട്ടപ്പോൾ അതിലെ നേതാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചെയ്ത കുലീനവും ഔദാര്യപൂർവവുമായ പെരുമാറ്റത്തെ മറക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുമേൽ വലിയ ഔദാര്യമാണ് ചെയ്തിരുന്നത്. അതിനെ മറന്നുകൊണ്ട് അവർ പരസ്പരം കൂടിയാലോചിക്കുകയും അറേബ്യയിലെ ചിതറിപ്പിരിഞ്ഞു കിടക്കുന്ന ശക്തികളെ ഒരിടത്ത് ഒരുമിച്ച് കൂട്ടി ഇസ്ലാമിനെ നാമാവശേഷമാക്കുന്നതിനുള്ള പദ്ധതികളെ തീവ്രമാക്കുകയും ചെയ്തു. യഹൂദികൾ വളരെ കുൽസിതമായ സാമർഥ്യമുള്ളവരായിരുന്നു. ഇത്തരത്തിലുള്ള ഗൂഢാലോചനയിൽ വലിയ സമർത്ഥരുമായിരുന്നു. അതുകൊണ്ട് അവരുടെ കലാപപരമായ പരിശ്രമങ്ങൾ സാധ്യമാവുകയും അറേബ്യൻ ഗോത്രങ്ങൾ ഒരേക മനസ്സോടെ മുസ്ലിങ്ങൾക്കെതിരിൽ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. യഹൂദി മൂപ്പന്മാരായ സലാം ബിൻ അബിയുൽ ഹക്കീക്ക്, ഹുയ്യ് ബിൻ അഖ്തബ്, കിനാന ബിൻ റബി എന്നിവർ ഈ തീവ്രമായ പരിപാടിയിൽ പ്രത്യേകമായും ഭാഗവാക്കായി. അങ്ങനെ ഈ കുഴപ്പക്കാർ തങ്ങളുടെ പുതിയ വാസസ്ഥലമായ ഖൈബറിൽ നിന്ന് പുറപ്പെട്ട് ഹിജാസിന്റെയും നജിദിന്റെയും ഇടയിൽ പര്യടനം നടത്തി. ഏറ്റവും ആദ്യം മക്കയിലെത്തി ഖുറൈശികളുമായുള്ള തങ്ങളുടെ ബന്ധം ഉറപ്പിച്ചു. പിന്നെ ഖുറൈശി മൂപ്പന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങളുടെ ദീനിനേക്കാളും നിങ്ങളുടെ ദീനും ശിർക്കും വിഗ്രഹാരാധനയും മെച്ചമുള്ളതാണെന്ന് പറയാനും അവർ മടിച്ചില്ല.
പിന്നെ അവർ നജിദിൽ പോയി ഗത്ഫാൻ ഗോത്രത്തെയും തങ്ങളോടൊപ്പം ചേർത്തു. ഈ ഗോത്രത്തിന്റെ ശാഖകളായ ഫസാറയും മറയും മറ്റും അവരോടൊപ്പം പുറപ്പെടാനും തയ്യാറായി. മാത്രമല്ല ഖുറൈശികളുടെയും ഗത്ഫാന്റെ പ്രേരണയിൽ ബനു സുലൈം, അസദ് തുടങ്ങിയ ഗോത്രങ്ങളും ഇസ്ലാം ശത്രുതയിലുള്ള ഈ ഐക്യശ്രേണിയിൽ ചേരുകയുണ്ടായി. മറുഭാഗത്ത് യഹൂദികൾ തങ്ങളുടെ സുഹൃത് ഗോത്രമായ ബനു അസദിനും സന്ദേശം അയച്ചുകൊണ്ട് തങ്ങളെ സഹായിക്കുന്നതിന് തയ്യാറാക്കി നിർത്തി. ഈ ശക്തമായ ഐക്യത്തെ കൂടാതെ ഖുറൈശികൾ തങ്ങൾക്ക് കീഴിൽ കഴിഞ്ഞിരുന്ന വിവിധ ഗോത്രങ്ങളിലെ ആളുകളെയും തങ്ങളോടൊപ്പം ചേർത്തു. പിന്നെ നല്ല തയ്യാറെടുപ്പിന് ശേഷം അറേബ്യൻ മണലാരണ്യത്തിൽ രക്തദാഹികളായ ഈ ഗോത്രങ്ങൾ മുസ്ലിങ്ങളെ ഉന്മൂലനം വരുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു വലിയ പ്രളയമെന്ന നിലയ്ക്ക് മദീനയ്ക്കെതിരെ കുതിച്ചു. ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യുന്നതിന് മുമ്പ് തിരിച്ചു വരികയില്ലെന്ന് അവർ ശപഥം ചെയ്തിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറയുന്നു, യഹൂദികളിലെ 2 ഗോത്രങ്ങൾ കലാപവും കുഴപ്പവും കൊലപാതക ശ്രമങ്ങൾ കാരണവും മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. അതിൽ കുറച്ചാളുകൾ ഷാമിലേക്ക് പലായനം ചെയ്തു. കുറച്ചു പേർ മദീനയിൽ നിന്ന് വടക്ക് ഭാഗത്തുള്ള ഖൈബർ എന്ന പട്ടണത്തിലേക്കാണ് പലായനം ചെയ്തത്. ഖൈബർ യഹൂദികളുടെ ഒരു വലിയ കേന്ദ്രവും ഉറച്ച കോട്ടയുമായിരുന്നു. ബനു നസീർ ഇവിടെ എത്തി മുസ്ലിങ്ങൾക്കെതിരിൽ അറബികൾക്കിടയിൽ വികാരാവേശങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. മക്കക്കാർ നേരത്തെ തന്നെ എതിരാളികളായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് പുതിയൊരു പ്രേരണയുടെ ആവശ്യമില്ലായിരുന്നു. അതുപോലെ അറേബ്യൻ ഗോത്രങ്ങളിൽ വളരെ സ്ഥാനമുണ്ടായിരുന്ന നജിദിലെ ഗത്ഫാൻ ഗോത്രവും മക്കക്കാരുമായുള്ള സൗഹൃദം കാരണം ഇസ്ലാം ശത്രുതയിൽ തയ്യാറായിരിക്കുകയായിരുന്നു. യഹൂദികൾ ഖുറൈശികളെയും ഗത്ഫാനെയും ആവേശത്തിലാക്കിയതിനു പുറമെ ബനു സുലൈം, ബനു അസദ് എന്നീ 2 ശക്തരായ ഗോത്രങ്ങളെയും മുസ്ലിങ്ങൾക്കെതിരിൽ ഇളക്കിവിടാൻ തുടങ്ങി. അതുപോലെ ബനു സഅദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യഹൂദികളുടെ ഒരു സൗഹൃദ ഗോത്രവും മക്കയിലെ കാഫിര്യങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാവുകയുണ്ടായി. ഒരു നീണ്ട തയ്യാറെടുപ്പിന് ശേഷം അറേബ്യയിലെ എല്ലാ ശക്തരായ ഗോത്രങ്ങളും ഒരു പൊതു ഐക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചുകൂടി. അതിൽ മക്കക്കാരുമുണ്ടായിരുന്നു. മക്കയിലെ 4 പാടുമുണ്ടായിരുന്ന ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. നജിദിലെയും മദീനയിൽ നിന്ന് വടക്കു ഭാഗത്ത് പ്രദേശങ്ങളിലുള്ള ഗോത്രങ്ങളും ഭാഗഭാക്കായിരുന്നു. യഹൂദികളും ഉണ്ടായിരുന്നു. എല്ലാ ഗോത്രങ്ങളും ഒരുമിച്ചുകൂടി മദീനയെ ആക്രമിക്കുന്നതിനുള്ള ഒരു ശക്തമായ സൈന്യത്തെ തയ്യാറാക്കി. ഖുറൈശികളുടെയും മറ്റു ഗോത്രങ്ങളുടെയും ഈ യുദ്ധനീക്കത്തെയും അവരുടെ എണ്ണത്തെയും സംബന്ധിച്ച് കൂടുതൽ വിശദീകരണത്തിൽ എഴുതുന്നു. മക്ക ഖുറൈശികൾ 4000 സൈന്യവുമായിട്ടാണ് പുറപ്പെട്ടത്. അതിന് നേതൃത്വം അബൂ സുഫിയാനാണ് വഹിച്ചിരുന്നത്. സവാരികളുടെ നേതൃത്വം ഖാലിദ് ബിൻ വലീദ് ആയിരുന്നു. അവർ ദാറുൻ നദ്വയിൽ പതാക ഉയർത്തി. അത് ഖുറൈശികളുടെ കൂടിയാലോചന കേന്ദ്രമായിരുന്നു. പതാക വഹിച്ചിരുന്നത് ഉസ്മാൻ ബിൻ തൽഹിയായിരുന്നു. ഇദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തോടൊപ്പം 300 കുതിരകളും 1500 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ബനു സുലൈമിന്റെ 700 പേർ ഖുറൈശികളുമായി ചേർന്നു. സുഫിയാൻ ബിൻ അബ്ദു ഷംസാണ് അവരുടെ നേതൃത്വം വഹിച്ചിരുന്നത്. ബനു അസദ് തുലൈഹ ബിൻ ഖുവൈലിദിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടു. ബനു ഫസാറയിലെ 1000 പേർ ഐന ബിൻ ഹസന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടു. ബനു അഷ്ജയുടെ 400 പേർ അവരുടെ നേതാവായ മസൂദ് ബിൻ സഹീലയുടെ നേതൃത്വത്തിൽ വരുന്നുണ്ടായിരുന്നു. ബനു മറയുടെ 400 പേർ ഹാരിസ് ബിൻ ഔഫ് ബിൻ മറയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടു. ബനു ഗത്ഫാൻ 6000 സൈനികരെ വാഗ്ദാനം ചെയ്തിരുന്നു. യഹൂദികളിൽ നിന്ന് 2000-ലധികം റിസർവ് സൈന്യവും സൈന്യത്തിന്റെ പുറകിൽ അവസാന ആക്രമണത്തിന് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ള ആളുകൾ ഈ യുദ്ധത്തിൽ ഭാഗഭാക്കായി. അവരുടെ എണ്ണം 10000 ചില നിവേദനങ്ങൾ അനുസരിച്ച് ഏറെക്കുറെ 24,000 പറയുന്നു. ഇവരെ എല്ലാവരുടെയും പൊതുവായ നേതൃത്വം അബൂ സുഫിയാൻ ബിൻ ഹർബിന്റെ കൈകളിലായിരുന്നു. അത് ഇതുവരെയുള്ള അറബികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈന്യ നീക്കമായിരുന്നു. ഇത് സംബന്ധിച്ച് ഹദരത്ത് മീർസാ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഖുറൈശികളുടെ ഈ വലിയ സൈന്യം ഏറെക്കുറെ 10,000 ആളുകൾ മുതൽ 15,000 ആളുകൾ വരെ അടങ്ങുന്നതായിരുന്നു. ചില നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ 24,000 കാണുന്നു. 10,000 എന്ന അനുമാനത്തെ ശരിയാണെന്ന് അംഗീകരിച്ചാലും ആ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അംഗബലം വളരെ വലുതായിരുന്നു. ഒരുപക്ഷെ ഇതിനു മുമ്പ് അറബികളുടെ ഗോത്രയുദ്ധങ്ങളിൽ ഇത്രയും വലിയ അംഗബലം ഒരു യുദ്ധത്തിലും ഉണ്ടായിരുന്നില്ല.
മുഴുവൻ സൈന്യത്തിന്റെയും സർവ്വ സൈന്യാധിപൻ അബൂ സുഫിയാൻ ബിൻ ഹർബായിരുന്നു. യുദ്ധസാമഗ്രികളും ഭക്ഷണപദാർത്ഥങ്ങളും എല്ലാ നിലയ്ക്കും യഥേഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഈ സൈന്യം ഹിജ്രി 5-ാം വർഷം ശവ്വാൽ മാസത്തിൽ, അതായത് ക്രിസ്തുവർഷം 627 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മദീനയ്ക്ക് നേരെ നീങ്ങിക്കൊണ്ടിരുന്നു. ഹദ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു ഇതേക്കുറിച്ച് വിവരിക്കുന്നു. വിവിധ ചരിത്രകാരന്മാർ ഈ സൈന്യത്തിൽ 10,000 മുതൽ 24,000 വരെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കുന്നു. പക്ഷേ മുഴുവൻ അറബികളുടെയും സംഘടിത ബലമായി കേവലം 10,000 സൈനികർ മാത്രമാണെന്ന് പറയാൻ സാധ്യമല്ല. തീർച്ചയായും 24,000 എന്ന അനുമാനമായിരിക്കും കൂടുതൽ ശരി. ഇനി കൂടുതലൊന്നുമില്ലെങ്കിൽ പോലും ഈ സൈന്യം 18 മുതൽ 20,000 വരെ തീർച്ചയായും ഉണ്ടായിരിക്കും. മദീന ഒരു സാധാരണ നാട്ടുമ്പുറമായിരുന്നു. ഈ പ്രദേശത്തിനെതിരെ മുഴുവൻ അറബികളും ആക്രമിക്കാൻ ഇറങ്ങുന്നത് ഒരു ചെറിയ ആക്രമണമാകുന്നതല്ല. മദീനയിലെ പുരുഷന്മാരെ ഒരുമിച്ച് കൂട്ടിയാൽ, അതിൽ കുട്ടികളെയും വൃദ്ധരെയും ഉൾപ്പെടുത്തിയാൽ പോലും 3,000 പേർ മാത്രമാണ് ഉണ്ടാവുക. ഇതിനെതിരെ ശത്രുക്കളുടെ സൈനിക ബലം 20-24,000 ആയിരുന്നു. പിന്നെ അവരെല്ലാവരും സൈനികരും യുവാക്കളും പൊരുതാൻ കെൽപ്പുള്ളവരുമായിരുന്നു. കാരണം പട്ടണത്തിൽ കഴിയുമ്പോൾ സംരക്ഷണത്തിന് പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ കുട്ടികളും വൃദ്ധന്മാരും എല്ലാം ഉൾപ്പെടുമായിരുന്നു. പക്ഷേ വിദൂര സ്ഥലങ്ങളിൽ സൈനിക നീക്കം നടത്തുമ്പോൾ അതിൽ യുവാക്കളും ശക്തരായ ആളുകളും ആണുണ്ടാവുക. അതുകൊണ്ട് കാഫിര്യങ്ങളുടെ സൈന്യത്തിൽ 20,000-ഓ 25,000-ഓ എത്ര ആളുകളാണെങ്കിലും അവരെല്ലാവരും ശക്തരും യുവാക്കളും യുദ്ധ നൈപുണ്യമുള്ളവരുമായിരുന്നു. എന്നാൽ മദീനയിലെ മുഴുവൻ പുരുഷന്മാരുടെയും എണ്ണം, അതിൽ കുട്ടികളെയും വികലാംഗരെയും ഉൾപ്പെടുത്തിയാൽ പോലും ഏറെക്കുറെ 3,000 മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മദീനയിലെ സൈനിക ബലം 3,000 അംഗീകരിച്ചാൽ പോലും ശത്രുക്കളുടെ എണ്ണം 40,000 അനുമാനിക്കേണ്ടി വരും. കാരണം ഈ എണ്ണങ്ങൾ തമ്മിൽ ഒരു പൊരുത്തവുമില്ല. ശത്രുക്കളുടെ എണ്ണം 20,000 കണക്കാക്കുകയാണെങ്കിൽ മദീനയിലെ സൈനികരുടെ എണ്ണം കേവലം 1,500 അനുമാനിക്കേണ്ടി വരും. കാരണം അതിൽ ദുർബലരായ ആളുകളും ഉൾപ്പെടുന്നുണ്ടായിരുന്നു. ഏതായിരുന്നാലും കാഫിര്യങ്ങൾ തങ്ങളുടെ യുദ്ധലക്ഷ്യവുമായി മുന്നേറിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപ്പറ്റി അറിഞ്ഞപ്പോൾ കിടങ്ങ് ഒഴിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ വിശദീകരണത്തിൽ എഴുതുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ അന്വേഷണ വിഭാഗം അഥവാ ഇന്റലിജൻസ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും അജ്ഞരായിരുന്നില്ല. 4 ഭാഗത്തു നിന്നുമുള്ള വാർത്തകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്തിക്കൊണ്ടിരുന്നു. ഖുറൈശികളുടെയും യഹൂദികളുടെയും ഈ ഭയാനകമായ പദ്ധതിയുടെ അറിയിപ്പുകളും മദീനയിലെത്തിയപ്പോൾ സഹാബാക്കളെ വിളിച്ചുകൂട്ടി അവരെ ശത്രുക്കളുടെ ദുരുദ്ദേശത്തെപ്പറ്റി ബോധ്യപ്പെടുത്തി. മദീനയിൽ നിന്നുകൊണ്ടോ അതല്ല പുറത്തുപോയി യുദ്ധം ചെയ്യണമോ എന്ന് അവരോട് അഭിപ്രായം ആരാഞ്ഞു. ഒരു വലിയ യുദ്ധ സൈന്യത്തെയും അതിനു മുന്നിൽ വളരെ ചെറിയൊരു അംഗബലത്തെയും മുൻനിർത്തി വന്ന അധികം അഭിപ്രായങ്ങളും മദീനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിരോധിക്കുന്നതാണ് കൂടുതൽ ഉചിതമായിരിക്കുക എന്നായിരുന്നു. നിവേദനങ്ങളിൽ ഹദ്റത്ത് സൽമാന്റെ അഭിപ്രായം സംബന്ധിച്ച് കാണുന്നുണ്ട്. അദ്ദേഹം കിഴങ്ങ് സംബന്ധിച്ച് അഭിപ്രായപ്പെട്ടു. പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഫാർസികൾ കുതിരകളുടെ സംഘങ്ങളെ ഭയപ്പെടുമ്പോൾ അതിനു മുന്നിൽ കിടങ്ങ് ഒഴിക്കുമായിരുന്നു. അതായത് കുതിരകളുടെ സംഘങ്ങൾ വരുമ്പോൾ കിടങ്ങുകൾ ഒഴിക്കുമായിരുന്നു. അത് കാരണം അവയ്ക്ക് അത് കവച്ചു വെച്ചു വരാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. ഈ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അകത്തു നിന്ന് തന്നെ പ്രതിരോധിക്കാൻ തീരുമാനമെടുത്തു. കിടങ്ങ് ഒഴിക്കാനും കൽപ്പന നൽകി. ചില നബി ചരിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കിടങ്ങ് ഒഴിക്കാനുള്ള തീരുമാനം ഹദ്റത്ത് സൽമാൻ ഫാർസിയുടെ അഭിപ്രായ പ്രകാരം ആയിരുന്നില്ല എന്നാണ്. മറിച്ച് അള്ളാഹു തന്നെ ഇൽഹാം മുഖേന ഈ മാർഗം അവലംബിക്കാൻ പറഞ്ഞു കൊടുത്തതായിരുന്നു. കാരണം അറബികൾക്ക് ഈ മാർഗം തികച്ചും പുതുതായിരുന്നു. അറബികൾ പ്രതിരോധത്തിനു വേണ്ടി കിടങ്ങുകൾ കുഴിക്കുന്ന രീതിയെ സംബന്ധിച്ച് അജ്ഞരായിരുന്നു. എഴുതുന്നു, അബൂ സുഫിയാൻ തന്റെ ശക്തിയുടെ ഭ്രമത്തിൽ ഒരു ശക്തമായ സൈന്യവുമായി മദീനയെ ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അയാൾ മദീനയിൽ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അയാൾക്ക് ഒരു ഇസ്ലാമിക സൈന്യത്തെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വലിയ സൈന്യം തന്റെ കൂടെ
ഉള്ളതുകൊണ്ട് ഇന്ന് മദീനയെ തന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് അയാൾ അഹങ്കരിച്ചു. അയാൾ പറഞ്ഞു, ഇനി മദീനയെ തീർത്തിട്ടേ പോകുന്ന പ്രശ്നമുള്ളൂ. മദീനയിലേക്കുള്ള വഴിയിൽ എവിടെയും പ്രതിരോധത്തിലുള്ള ഒന്നും കാണാതായപ്പോൾ അയാളുടെ അഹങ്കാരവും ഗർവവും വർദ്ധിക്കുകയുണ്ടായി. പക്ഷെ അയാൾ കുതിരയും ഓടിച്ച് മദീനയുടെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് അയാൾക്ക് മുന്നിൽ 5 കിലോമീറ്റർ നീളത്തിൽ 8-9 അടി ആഴത്തിൽ വീതിയുള്ള കിടങ്ങ് തടസ്സമായി നിൽക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ വീര്യമെല്ലാം ചോർന്നുപോയി. ഈ കിടങ്ങുകൾ വളരെ ആഴവും വീതിയുമുള്ളതായിരുന്നു. കുതിരകളെ കൊണ്ടും അത് ചാടിക്കടക്കാൻ സാധ്യമായിരുന്നില്ല. അങ്ങനെ അവർ ഈ കിടങ്ങ് താണ്ടി കടക്കാൻ പരാജയപ്പെട്ടപ്പോൾ വളരെ കോപവും നിസ്സഹായമായ അവസ്ഥയും അഹങ്കാരവും എല്ലാം നിറഞ്ഞ ഭാവത്തിൽ അവിടെ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു കത്തെഴുതി. അതിലയാൾ ഇപ്രകാരം കുറിച്ചു: ലാത്തയും ഉസ്സയും ഉസാഫും നായിലയും ഹുബലിയുമാണ് സത്യം. നിങ്ങളെ നാമാവശേഷമാക്കാതെ പോവുകയില്ലെന്ന ശബ്ദവുമായാണ് ഞങ്ങൾ വന്നത്. എന്നാൽ നിങ്ങൾ ഞങ്ങളെ നേരിടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന് കാണുന്നു. നിങ്ങൾ ചുറ്റുഭാഗത്തും കിടങ്ങുകൾ കുഴിച്ചു വച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇതാരാണ് പറഞ്ഞു തന്നതെന്ന് എനിക്ക് മനസ്സിലായെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ കൂടി ഓർത്തുകൊള്ളുക. ഉഹദ് യുദ്ധത്തിന്റെ ദിവസം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് നിങ്ങളുടെ സ്ത്രീകളെയും അരിഞ്ഞു വീഴ്ത്തുന്നതാണ്. ഈ കത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് അയച്ചു. അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന് ഒരു കത്ത് എഴുതി. നിങ്ങളുടെ കത്ത് കിട്ടി. എനിക്കറിയാം നിങ്ങൾ അള്ളാഹുവിനെതിരിൽ അഹങ്കാരത്തിലാണുള്ളത്. നിങ്ങൾ മദീനയ്ക്ക് മേൽ അതിശക്തമായ സൈന്യത്തെയും കൊണ്ട് ആക്രമിക്കുമെന്നും അങ്ങനെ ഞങ്ങളുടെ പേരും ചൂരും ഇല്ലാതാക്കുമെന്നും ശപഥം ചെയ്തതായും പറയുന്നു. പക്ഷേ ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാകുന്നു. അത് നിന്റെ നീചമായ ലക്ഷ്യത്തിനിടയിൽ തടസ്സമായി നിൽക്കുന്നു. നിനക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. തുടർന്നെഴുതി, അവൻ തന്റെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ലാത്തയുടെയും ഉസ്സയുടെയും പേരുകൾ പോലും നിങ്ങൾ മറന്നുപോകുന്നതാണ്. കിടങ്ങ് ഒഴിക്കാൻ ആരാണ് എന്നോട് പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഇൽഹാമനി ദാലിക, ഈ മാർഗം അള്ളാഹു ഇൽഹാം മുഖേന എന്നെ അറിയിച്ചതാണ്. ഇത് നിങ്ങളുടെയും കൂട്ടുകാരുടെയും കോപതാപങ്ങൾ വർദ്ധിച്ചപ്പോൾ അള്ളാഹു എന്നോട് പറഞ്ഞതാണ്. തുടർന്നെഴുതി, കേൾക്കൂ, അവസാനം അള്ളാഹു ഞങ്ങളെ വിജയിപ്പിക്കുന്നതാണ്. അല്ലയോ ബനു ഗാലിബിന്റെ വിവരദോഷി, ഒരു ദിവസം വരും, അന്ന് നിങ്ങളുടെ ലാത്തും ഉസ്സയും ഉസാഫും നായിലയും ഉബലയും തുണ്ടം തുണ്ടമാക്കപ്പെടുന്നതാണ്. ആ ദിവസത്തിൽ നിനക്കിതെല്ലാം ഓർമ്മ വരും. വളരെ വ്യക്തമായും അയാൾക്ക് എഴുതി, ഇൻഷാ അല്ലാഹ് വിജയം ഞങ്ങളുടേതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കത്തിൽ നിന്ന് ഹസ്രത്ത് സൽമാൻ ഫാരിസി അഭിപ്രായം നൽകിയിരുന്നുവെങ്കിൽ കൂടി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽഹാമിന്റെ അടിസ്ഥാനത്തിലാണ് എടുത്തത് എന്നാണ് മനസ്സിലാകുന്നത്. വല്ലാഹു ആലം. ഏതായാലും അദ്ദേഹത്തിന്റെയും അഭിപ്രായം ഉണ്ടായിരിക്കണം. പക്ഷേ അള്ളാഹുവെ സംബന്ധിച്ച് അറിയിപ്പ് നൽകിയാണ് ഉണ്ടായത്. ബാക്കി വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും പ്രത്യേകമായി ദുആ ചെയ്യാൻ ഓർക്കുക. പാകിസ്ഥാനിലെ അഹമ്മദികളും തങ്ങൾക്ക് വേണ്ടി ദുആകളിലേക്ക് ശ്രദ്ധിക്കുകയും സദക്കകൾ നൽകാനും ശ്രദ്ധിക്കുക. അള്ളാഹു അവരെ സംരക്ഷിക്കുകയും എതിരാളികളുടെ എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ദ്രോഹികളുടെ ദ്രോഹം അവരിലേക്ക് തന്നെ തിരിക്കുമാറാകട്ടെ. മൊത്തത്തിൽ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു ലോകത്തെയും എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله
والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر